ഹലോ ഗായ്സ്, ഇന്ന് ജൂൺ 21 അപ്പം ഇൻ്റർനാഷണൽ യോഗ ഡേ അനുബന്ധിച്ച് മോൻ്റെ സ്കൂളിൽ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരത്തെ ഓഫീസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മോളെ അംഗനവാടി കൊണ്ട് ചെന്നാക്കിയിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓഫീസിലേക്ക് പോകാൻ. അംഗനവാടി പോകുന്ന വഴിക്ക് കറക്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അവൾ പോയി അപ്പോൾ അവൾക്ക് തന്നെ അതൊരു ശീലമായി. മീൻസ് വഴികളൊക്കെ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ മോൾ അംഗനവാടി കൊണ്ട് ചെന്നാക്കിയിട്ട് ഞാൻ ടാറ്റയും പറഞ്ഞിട്ട് ഓഫീസിലെത്തുമ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഒരു കസ്റ്റമറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം കാര്യങ്ങളിപ്പൊക്കെ സംസാരിച്ച് ലോഗിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ലോഗിൻ അപ്രൂവലിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഏകദേശം ഒരു 11 മണിയാകുമ്പോഴേക്കും അപ്രൂവലൊക്കെ കിട്ടി. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അഗ്രിമെൻറ്റും കാര്യങ്ങളും എഴുതാനൊക്കെ ഉണ്ടാവും. അപ്പം അഗ്രിമെൻ്റൊക്കെ എഴുതി പുതിയ ഗമ്മാണ്, അപ്പോൾ ഉദ്ഘാടനമാണ്. അത് പശയൊക്കെ മീൻസ് നല്ലോണം തേച്ച് എടുത്ത് അങ്ങോട്ട് വെക്കുമ്പോഴേക്കും അത് വീണുപോയി. അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പ്രഷൻ വന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 1:30 ആകുമ്പോഴേക്കും ഫുഡ് കഴിക്കേണ്ട നേരമായി. പിന്നെ കുറച്ച് ലേറ്റായി, ഞാൻ ഫുഡ് എടുക്കാൻ വിട്ടുപോയി. അപ്പം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പോയി മലയാറ്റൂരിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. കൂട്ടത്തിൽ ഞങ്ങൾ പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മലയാറ്റൂരിലെ ഫുഡിനെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. വന്നതിന് ശേഷം എനിക്ക് ഫയൽ ഉണ്ടായിരുന്നു. ഫയൽ ഫുൾ എഴുതി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ കൊറിയറാണ് ചെയ്യേണ്ടത്. കൊറിയർ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞാൻ സ്കൂളിലേക്ക് വന്നു. ഇന്ന് മോൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പാരൻസ് മീറ്റിംഗ് ആണ്. സ്കൂൾ തുറന്നതിന് ശേഷം ഞാൻ വരുമ്പോഴേക്കും അവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ 10th A+ വാങ്ങിയവർക്ക് മൊമെൻറ്റോ കൊടുക്കുന്നതായിരുന്നു. പിന്നെ ടീച്ചേഴ്സും ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ ചേച്ചിയാണ്. ഞാൻ വരുന്നതിന് മുമ്പിട്ട് ആൾ മുമ്പിലുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പം ബാക്കിലോട്ട് വന്നതാണ്. പിന്നെ എല്ലാവർക്കും ചായയും അതുപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ സ്കൂൾ PTA അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തു. ഞാനും ഒരു അംഗമാണ്. ചേച്ചിയും ഞാനും ഒക്കെ PTA ഇതിലെ അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഇളയ കുട്ടിയാണ്. അപ്പോൾ ആൾ സ്കൂൾ വിട്ടതുകൊണ്ട് മുകളിലേക്ക് വന്നതായിരുന്നു. ജനഗണമന പാടിയിട്ടാണ് ഞങ്ങളുടെ ഈ മീറ്റിംഗ് അവസാനിച്ച്. ശരിക്കും ഇത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ പണ്ടത്തെ സ്കൂളിലത്തെ ഓർമ്മയാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോഴേക്കും ചേച്ചിയുടെ മക്കളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചി നാട്ടിൽ പോയിട്ട് ഇന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസം ഞങ്ങളുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചീനെ കണ്ടപ്പം തന്നെ കുട്ടികളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞ് മോനെ നോക്കി. അപ്പം അവർ ഓട്ടോയിലാണ് പോകുന്നത്. എനിക്ക് ഓഫീസിലേക്ക് തിരിച്ചു പോകേണ്ടത് കാരണം കുട്ടികളെ ഓട്ടോയിൽ തന്നെ ഞാൻ ഓഫീസിലേക്ക് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.